afternoon and a warm welcome to the 62nd Parish Day celebrations of our beloved Mar Gregorius Orthodox Syrian Church, Lucknow. We are gathered here today on this auspicious Sunday, the 16th of February 2025, to celebrate God's blessings and the vibrant spirit of our community. Let us begin our celebrations with an introductory prayer, seeking the divine grace for a blessed and fulfilling day. Now we'd like to call Reverend Father Jason Joseph for the introductory prayer. പറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസം നിന്റെ തിരുസന്നിധിയിൽ അണഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും കൂടി വരുവാനും ഞങ്ങളെ അനുഗ്രഹീതമായ കൂട്ടമായി ഈ ദേശത്ത് അവിടെ രൂപപ്പെടുത്തിയതിനാലും നിന്നെ ഞങ്ങൾ സ്നേഹിച്ചു പുകഴ്ത്തുന്നു. ദൈവമേ, ഈ ദേശത്ത് വരുവാനും വസിക്കുവാനും ഈ ദേശത്തിൻ്റെ നന്മകളോട് ചേർന്ന് നിൽപ്പാനും അതിൽ നിന്ന് നന്മകളെ പ്രാപിപ്പാനും തെക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. അബ്രഹാമിനോട് പറഞ്ഞ പ്രകാരം നിന്നെ ഞാൻ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞ പ്രകാരം അബ്രഹാം പോവുകയും ആ ദേശത്ത് അബ്രഹാമിന് അനുഗ്രഹമായി തീരുകയും ആ ദേശം അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത പ്രകാരവും തലമുറകളിലേക്ക് ആ അനുഗ്രഹം പകർത്തിയ പ്രകാരവും ദൈവമേ, ഞങ്ങൾ ഈ ദേശത്തായിരിക്കുമ്പോൾ പ്രവാസത്തിലായിരിക്കുമ്പോൾ ഈ പ്രവാസദേശത്ത് ദൈവമേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പ്രവാചകവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹീതമായ സൗഭാഗ്യങ്ങളെ അവിടെ തന്നുവല്ലോ. ആ നന്മകളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. 62 വർഷം ഈ ദേവാലയത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പൂർവികരെയും ഈ തലമുറയിൽ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചു. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധ മാർ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയെ ഈ ദേശത്ത് എടുത്ത് അവിടുന്ന് ഉപയോഗിച്ചതിനാൽ മാർ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ ഒരു ദേവാലയം, ഒരു സ്കൂൾ സ്ഥാപിക്കുവാനും ഈ ദേശത്തിന് അത് കടാവിളക്കായി നിൽക്കുവാനും ഇതൊക്കെ നോക്കി അവിടുന്ന് കൃപ നൽകി. പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസിന്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ വന്നുകൂടി ആരാധിപ്പാൻ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അണിയുവാൻ ഞങ്ങളെ ഇവിടെ സഹായിച്ചു. പരിശുദ്ധ അറിയാമതിൽ സകല ശുദ്ധിമാന്മാരോടും ശുദ്ധിമതികളോടും ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ ഈ സമയം ബോധപ്പെടുത്തുന്നു. 62 വർഷക്കാലം ഞങ്ങളുടെ ഈ ആലയത്തോട് ചേർന്ന് ഞങ്ങളെ സൗഭാഗ്യത്തിൽ നടത്തിയ കൃപയോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ വഴി നടത്തിയ പൂർവികരായ മെത്രാപ്പൊലീത്തമാരെയും പന്യപുരോഹിതരെയും ഞങ്ങൾ ഈ സമയം തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, അവർ കാണിച്ച വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയവരെ ഞങ്ങൾ ഈ സമയം തിരുസന്നിധിയിൽ ഓർക്കുന്നു. അബ്രഹാമിനടിയിലോ സ്നേഹഭവനങ്ങളിൽ അവിടുന്ന് ആശ്വസിപ്പിക്കുവാനാകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു സംഘമായി സന്തോഷത്തോടെ കൂടി വരുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയോട് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇതിൽ നിർമ്മനസ്സോടുകൂടി സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തരണമേ. കർത്താവേ, നിന്റെ നല്ല ദാനങ്ങളെ വീണ്ടും പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി ആലയത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കും. ഇന്ന് നാൾ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. Now we will illuminate this joyous occasion with the lightning of the lamp. Show
and started his career at the CMS head office. On December 27, 1999, he married Shiny Thomas, who was then working as a nurse at NIMS Hospital, Hyderabad. From that day onwards, they have walked together into the life's ups and downs, brought a home filled with love, faith and dedication. They have been really close to God. They have been blessed with the grace to serve and uplift their community. Where I would like to mention that Mr. Uman has served as a secretary for 2 years and a trustee for 3 years, while Mrs. Uman has been a Sunday school teacher for over 14 years and now is serving for the past 3 years as the UP Zone Regional Sunday School Secretary. Their faith has been guiding force, allowing them to touch and inspire life. Their family grew when 2 years after their marriage, they welcomed their first child, a baby boy. 5 years later, they were blessed with a baby girl, making their family complete. For the past 14 years, they have been living in Lamartnia College, balancing work, family, and their dedication to service. Today, as we celebrate their 25 years of love and dedication, let us recognize not just the milestone, but also the moments of strength, support, and sacrifice that have shaped their journey. So let us again applaud Mr. and Mrs. Uman. May the years ahead for even more joy and love with God's abundant blessings. Now, I would like to call upon Mr. Biju Thomas, Secretary of our church and the society, to deliver a welcome speech and officially welcome all our esteemed guests and church members. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിൽ ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജേസൺ ജോസഫ് അച്ഛൻ, ഇന്നിവിടെ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇടവ മെമ്പേഴ്സ്, നമ്മളിവിടെ ഇതിൽ കൂടിയിരിക്കുന്നത് നമ്മുടെ ചർച്ചിൻ്റെ 62ാമത് ഇടവക ദിനം പാരിഷ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അവസരത്തിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇടവയിൽ സേവനം വഹിച്ച കുർബാന അർപ്പിച്ച എല്ലാ വൈദികരെയും, അതുപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ബുദ്ധിമുട്ടി പള്ളിയെ ഈ കണ്ടീഷൻ വരെ എത്തിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജേസൺ ജോസഫ് അച്ഛനാണ് ഇവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛനെ സ്പെഷ്യലി ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ പാരിഷ് ഡേയിലും 25 വർഷം പിന്നിട്ട ദമ്പതികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഇടവയിൽ നിന്ന് ആരും തന്നെ ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം നമ്മുടെ റെസ്പെക്റ്റഡ് മിസ്റ്റർ ഷെറി ഉമ്മൻ, മിസ്സസ് ഷൈനി ഷെറി ഉമ്മൻ ഈ ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ സന്നിധിക്കുന്ന നിങ്ങളെല്ലാവരെയാണ്. എന്നിരുന്നാലും നമ്മുടെ ഒരു പള്ളിയിലെ പഴയ ട്രസ്റ്റി മിസ്റ്റർ രാജു സാമുവൽ എന്നിവിടെ നമ്മുടേതായി ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. സ്പെഷ്യലി രാജു സാമുവലിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഇടവക ജനങ്ങൾ ഇല്ലെങ്കിൽ ഈ ഇടവകയില്ല. നമ്മുടെ ഇവിടെ എന്ത് പ്രോഗ്രാം നടത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഇടവക ജനങ്ങളെയും, ഇന്നിവിടെ ഇല്ലാത്തവരെയും, അതുപോലെ നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് നാട്ടിലേക്ക് പോയിരിക്കുന്ന എല്ലാ പഴയ ഇടവക മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തോടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Thank you, Biju uncle, for your warm welcome. We now invite Reverend Father Jason Joseph to share his words of wisdom and blessings with us. ദൈവത്തിൻ്റെ ധന്യനാമത്തിൽപ്പെടുമാറാകട്ടെ. സകല വാങ്ങിപ്പോയ
പുണ്യമുള്ള പട്ടക്കാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്ന ഞായറാഴ്ചയിലെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ നമ്മുടെ പാരിഷ് ഡേ കൂടുവാൻ തക്കോണം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ സേവനം നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർ ഉണ്ടെങ്കിൽ അവരെ ഓർക്കുവാനുള്ള കടമ നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു 62 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആദ്യ പാരിഷ് ഡേയിൽ സംബന്ധിച്ചവരാരും തന്നെ ഇവിടെ ഉണ്ടാകാൻ തക്കവണ്ണം സാധ്യതയില്ല. ഇത് നമുക്ക് കൈമാറി കിട്ടിയതാണ്. ഇത് നമുക്ക് ഈ വെളിച്ചം, ഈ 62 വർഷക്കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു ആത്മീയ വെളിച്ചം നമുക്ക് പിൻതലമുറയിൽ നിന്ന് കൈമാറി കിട്ടിയതും ഇനിയും നമ്മളിത് അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പാരിഷ് ഡേയും നമ്മുടെ ഭൗതികമായ വളർച്ചയേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മീയമായ വളർച്ചകളെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമ്മളെ കൂടുതൽ ഉത്സുകരും ശ്രദ്ധാകുലരുമാക്കുന്നതായി തീരുവാൻ തക്കവണ്ണം ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. കാരണം 25 വർഷക്കാലം വിവാഹ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ ഓണർ ചെയ്യുന്ന നമ്മുടെ ആ ഒരു വലിയ സന്തോഷം മറ്റൊരു ഫാമിലി ഈ ഫെബ്രുവരി മാസം 25 വർഷത്തിലേക്ക് കടക്കുന്നു. അവർ ഇവിടെ ഇല്ല, നാട്ടിലാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ ജാനുവരി മുതൽ ഡിസംബർ വരെ ആയിരിക്കാം പല പള്ളികളിലും കണക്ക് കൂട്ടുന്നത്. ഇവിടെ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ആരും തന്നെ 25 വർഷം പൂർത്തീകരിച്ചവരില്ലായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷത്തിൽ ഏറ്റവും മുഖ്യ സന്തോഷത്തിന്റെ കാരണമായിട്ട് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ തലമുറയിൽ നിന്ന് നമ്മുടെ തലമുറയിലേക്ക് കൈമാറി കിട്ടിയ ആത്മീയ വെളിച്ചമാണ്. 25 വർഷം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഓൺലൈനിലൂടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഇതൊരു വലിയ അത്ഭുതമായിരിക്കും. 25 വർഷം ഒന്നിച്ച് താമസിച്ചോ? നമ്മളിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക. 25 വർഷം പൂർത്തീകരിക്കാനും 50 വർഷം പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരുപാട് സഹനാനുഭവങ്ങളുണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്, പലതരത്തിലുള്ള കോംപ്രമൈസുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുടുംബജീവിതം ശക്തിപ്പെടുത്തുകയും തലമുറകളിലേക്ക് ഇത് കൈമാറി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമാണ്. അത് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭയുടെ പാരമ്പര്യമാണ്. പക്ഷേ ഇനിയും ഉണ്ടാകുവാനിരിക്കുന്ന ഒരു ലോകം, ഈ 2050, 2075 അല്ലെങ്കിൽ 2100 കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയൊരു സാങ്കേതിക കടന്നുകയറ്റം വളരെ കാര്യമായിട്ട് നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരാൾ നമ്മുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട വിൽച്ചായൻ വളരെ കാര്യമായിട്ട് നമ്മുടെ ഈ തലമുറയിൽ അതിനെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊന്നും അത് എത്താനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം നമുക്കൊന്നും ആയിട്ടില്ല അതിനെ ഉപയോഗിക്കുവാൻ. ഇനിയും 2050, 75, 2100 ഒക്കെ ആകുമ്പോൾ 140 കോടി ഇന്ത്യക്കാർ ഉള്ളത് ചിലപ്പോൾ അത് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. 100 കോടി ജനമായി ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, ഇങ്ങനെ 25 വർഷം പോയിട്ട് ഒരു വർഷം പോലും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബങ്ങളൊക്കെ ഇന്ത്യയിൽ ചുരുങ്ങാനാണ് സാധ്യത. വലിയ യൂറോപ്യൻ പരിഷ്കാരങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചു നടുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഇന്ന് നമ്മുടെ മക്കൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ്, അവിടെ മക്കളില്ലാതെ പോയതുകൊണ്ടാണ്. അവിടെ കുടുംബജീവിതം, കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ വന്നപ്പോൾ, ക്രിസ്തീയ മൂല്യങ്ങൾ അവർ കാറ്റിൽ പറത്തിയപ്പോൾ അവിടെ കുടുംബങ്ങളില്ലാതായി, ബന്ധങ്ങളില്ലാതായി, മക്കളില്ലാതായി. മക്കൾ വേണ്ട എന്നുള്ള നിലയിലേക്ക് പോയി. ഇന്ന് ജർമ്മനിയിലേക്കും അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കുടിയേറ്റം, മൈഗ്രേഷൻ സംഭവിക്കുന്നത് അവിടെ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്.
ഇവിടെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടുമാണ്. ഇവിടെ ആളുകളുടെ എണ്ണം കൂടുതലായത് കുടുംബ ബന്ധങ്ങളുടെ ഒരു പ്രത്യേക ഒരു രൂപീകരണം അതിവിടെ വളരെ ശക്തമാണ്. ചില മൂല്യങ്ങൾക്ക്, ബന്ധങ്ങൾക്ക്, സ്നേഹത്തിന് ഒക്കെ വില കൊടുക്കുന്നവരാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. പക്ഷേ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, 100 കോടി ജനങ്ങളിലേക്ക് ജനസംഖ്യ ചുരുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ റോബോട്ടുകൾ സഹായത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ വിളിച്ചാൽ വീട്ടിൽ ചെന്നപ്പോൾ അലക്സ ഡോർ തുറക്ക്, അലക്സ ലൈറ്റ് ഓൺ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അലക്സ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ ചോദിക്കുന്നു, 80 വയസ്സിനും 90 വയസ്സിനും ഇടയ്ക്കുള്ള മനുഷ്യര് അനുഭവിക്കുന്ന പ്രയാസത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. അലക്സ, നാളത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും? അപ്പൊ അലക്സ പറഞ്ഞു, നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ അവര് അവിടുന്ന് കുറച്ച് കുപ്പികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നാ പിന്നെ ഈ കുഴപ്പെടുത്ത് ഉപയോഗിക്കാം, നല്ല തണുപ്പ് ആവെന്ന് പറഞ്ഞപ്പോൾ ഈ കുഴപ്പെടുത്ത് ഉപയോഗിക്കാം. 80 വയസ്സിനും 90 വയസ്സിനും ഇടയ്ക്കുള്ളവര്. അപ്പൊ ഈ കുഴപ്പെടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പോൾ അലക്സായ്ക്ക് മനസ്സിലായില്ല. അലക്സ ചോദിച്ചു, I didn't get it. അപ്പൊ പറഞ്ഞു, ഇവിടെ പറഞ്ഞതാന്ന് പറഞ്ഞു. ചില കാര്യങ്ങള് നമുക്ക് റോബോട്ടിനോട് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അത് ചിലപ്പോൾ റോബോട്ടിന് മനസ്സിലായെന്ന് വരത്തില്ല. അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. അപ്പോൾ ഈ റോബോട്ടുകളും തിരിച്ചറിയുന്നത് ഇമേജ് കൊണ്ടായിരിക്കും. ഈ ഇമേജ് തിരിച്ചറിയാൻ തക്കവണ്ണം ഒരുപാട് ഇമേജുകൾ അവരുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് മുന്നോട്ട് പോയാലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, അവന് അന്നും സ്വാതന്ത്ര്യം ആവശ്യമായി വരും. മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ കടന്നുകയറ്റം മുഖാന്തരം മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയായിരിക്കും. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റുകൾ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. സാറ്റലൈറ്റുകളുടെ വീക്ഷണത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ തക്കവണ്ണം സാധിക്കാത്ത വിധത്തിൽ വന്നിരിക്കുന്നു. പണ്ടൊക്കെ ഒരു മൊബൈൽ ടവർ തപ്പി നോക്കി കണ്ടുപിടിക്കണം, ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ. ഇപ്പൊ സാറ്റലൈറ്റ് ഉപയോഗിച്ചൊരു മനുഷ്യൻ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തക്കൊണ്ട് സാധിക്കും. ഇനി അത് കൂടുതൽ ഇതാകുമ്പോൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രധാന ഘടകം, ദൈവത്തിന്റെ ഈ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടി നീളവും അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത നിറവും വെളുത്ത നിറവും ഒന്നും അല്ല. ഇമേജും ലൈക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇമേജ് അങ്ങനെയാണെങ്കിൽ ദൈവം എന്തായിരിക്കണം? നമ്മളെ പോലെ 6 അടിയുള്ള ഒരു മനുഷ്യനായിരിക്കണം, താടിയുള്ള മനുഷ്യനായിരിക്കണം. അങ്ങനൊന്നുമല്ല. ദൈവത്തിന്റെ ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന് പറയുന്നത് ഒന്നാമത് സ്വാതന്ത്ര്യം, രണ്ടാമത് സ്നേഹം. ഒന്നാമത് സ്വാതന്ത്ര്യം, രണ്ടാമത് സ്നേഹം, മൂന്നാമത് മനുഷ്യത്വപരമായ ക്രൂശിലെ ആ വലിയ സഹനത്തിന്റെ, സ്നേഹത്തിന്റെ ഭാവം. അപ്പോൾ ഇങ്ങനെ നമ്മളെ ദൈവം തന്നിരിക്കുന്ന ഇമേജിനനുസരിച്ച്, ലൈക്നെസ്സിനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇനിയും എന്ത് നൂതന സാങ്കേതിക വിദ്യകൾ വന്നാലും മനുഷ്യൻ ഈ ആത്മീയത പുലർത്തി പോകേണ്ടത് അനിവാര്യമാണ്. ഈ ആത്മീയതയിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇത് തലമുറ കൈമാറി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ആധ്യാത്മിക സംഘടനകളുടെ റിപ്പോർട്ടുകൾ ഇന്ന് വായിക്കുന്നു. എന്തിനാണ് പാരീഷ് ഡേയോട് ചേർന്നത് വായിക്കുന്നത്? ആധ്യാത്മിക സംഘടനകൾ വളരെ ബലമുള്ളതായിരിക്കണം. സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ ഫലവത്തായിരിക്കണം. സ്ത്രീകളുടെ കൂട്ടം വളരെ ശക്തിയുള്ളതായിരിക്കണം. അത് വളരെ നല്ല കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ, പ്രത്യേകിച്ച് തലമുറകൾക്ക് നല്ല സ്ത്രീകളെ, നല്ല അമ്മമാരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ പരിശീലനം കൊടുക്കുന്ന കളരിയായിരിക്കണം നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ഓരോ ഇടപെടലും, പ്രാർത്ഥനാ കൂട്ടങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി, കൂട്ടായ്മയുടെ ശക്തി. അപ്പോൾ ഫെലോഷിപ്പ്, അതാണ് നമ്മുടെ ഈ ഒരു 62 വർഷക്കാലത്തെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു ഫെലോഷിപ്പ്, ഈ ഒരു കൂട്ടായ്മ, ഈ സ്വാതന്ത്ര്യവും ഈ കൂട്ടായ്മയും ഈ പറഞ്ഞ സ്നേഹവുമാണ് നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും ഒക്കെ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തു തരുന്നത്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തു തരുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലെ സ്നേഹമാണ്. ഈ കൂട്ടായ്മ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്.
അതുകൊണ്ട് നമ്മുടെ ഈ 62ാമത് പാരീഷ് ഡേ ഏറ്റവും അനുഗ്രഹമായ തീരുമാനത്തെക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 25 വർഷവും 50 വർഷവും ആഘോഷിക്കുന്ന പുതിയ തലമുറ നമുക്കുണ്ടാകണം. കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന തലമുറകളെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾക്ക്, യുവജന പ്രസ്ഥാനങ്ങൾക്ക്, NGOs യൂണിറ്റുകൾക്ക് ഒക്കെ അത് സാധ്യമാകുമ്പോൾ മാത്രമേ ഈ 62 എന്നുള്ളത് ഇനി ഒരു 620-ാം വർഷം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഇടവകയ്ക്ക് 620 വർഷം കഴിഞ്ഞുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുമോ? UP-യിൽ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാകില്ല എന്നായിരിക്കും. പക്ഷേ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. പല വിധത്തിലും പലതരത്തിലും ഏറെക്കാലം കഴിഞ്ഞാലും ഈ ഇടവക നിലനിൽക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ആ ആത്മീയ വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായി നിറവേറ്റുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. ഈ 62 വർഷക്കാലം നമ്മെ നടത്തിയ ദൈവത്തെ സ്തുതിക്കാം. ഈ ദേശത്തിന് ഇതൊരു അനുഗ്രഹമായി തീർന്നതിനായിട്ട് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ സ്കൂൾ മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ പഠിച്ചു വളരുവാൻ തക്കവണ്ണം ഇടയായി. ഈ ദേശം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ സാന്നിധ്യം ഇടയാകട്ടെ. നിങ്ങളുടെയൊക്കെ സേവനങ്ങൾ ഇടയാകട്ടെ. അതിനൊക്കെ ദൈവം തമ്പുരാൻ 30-100 മേനിയായി നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളെ മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കട്ടെ. നിങ്ങളുടെ തലമുറകൾക്ക് സൗഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ 62ാമത് പാരീഷ് ഡേ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കൂട്ടായ്മയുടെയും ദൈവിക സ്വരൂപത്തിന്റെ സാദൃശ്യത്തിന്റെ പ്രകടനാത്മകമായ ആ വലിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. Thank you to our Reverend Father Jason Joseph Hudson for your inspiring message. Next, we have a special treat for everyone. We have a special treat which is our talented Gabriela and Thomas, who will be sharing with us the musical gift of music. Let's call upon Gabriela for her music.
wonderful performance. We will now move on to the presentation of the annual reports highlighting the activities and achievements of our various organizations. First, we will hear from Mr. Tom C. Thomas, Secretary of the St. George Prayer Group. ദൈവത്തിന് സ്തുതി. സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പിന്റെ 2024-25 ആനുവൽ റിപ്പോർട്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ, സന്നിധായിരിക്കുന്ന എല്ലാവരുമേ, ലക്നൗ മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പിന്റെ 2024-25 ആനുവൽ റിപ്പോർട്ട്. കുടുംബാംഗങ്ങളുടെ സമർപ്പണത്തിനും നവീകരണത്തിനും വേണ്ടി ലാമാഡ്നിയർ, LDA കാൺപൂർ റോഡ്, സേനാനി ബഹാർ, LDCO, PGI, വൃന്ദാവൻ, ഗോൾഡ് സിറ്റി എന്നീ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. റെഗുലർ പ്രെയർ മീറ്റിംഗ് എല്ലാ മാസം 2ഉം 4ഉം ഞായറാഴ്ചകളിൽ വൈകിട്ട് 6:30 മണിയോട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അധ്യക്ഷതയിൽ മുൻ നിശ്ചയിക്കപ്പെട്ട ഭവനത്തിൽ പ്രാർത്ഥനയോഗം നടത്തിവിടുന്നു. പാട്ട്, വേദവായന, സന്ധ്യ നമസ്കാരം, പ്രസംഗം, സമർപ്പണ പ്രാർത്ഥന എന്നിവ നടത്തി വരുന്നു. പെരുന്നാൾ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ 5/5/24 കൊണ്ടാടിയതിനോട് അനുബന്ധിച്ച് പ്രയർ ഗ്രൂപ്പിന്റെ വകയായി നേർച്ച വിളമ്പ് നടത്തി. ഫെയർവെൽ ബഹുമാനപ്പെട്ട ലിനി അച്ഛന്റെ ഫെയർവെൽ 30/6/24 ദേവാലയത്തിൽ നടത്തുകയുണ്ടായി. അന്ന് സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പിന്റെ വകയായി ഗിഫ്റ്റ് കൊടുത്ത് അനുമോദിച്ചു. Receipt and expenses from April 2024 to February 2025. Opening balance as on 7/4/2024 is rupees 7,626. Regular prayer meeting collection rupees 5,709. St. George Perunnal offering 1,100. Total 14,435. Expenses. St. George Perunnal expenses 5,895. Father Lenny Chaku farewell expenses rupees 3,548. Total expense 9,443. Balance in hand 4,992. Thanksgiving. ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും എല്ലാ സഹകരണം നൽകിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും പ്രാർത്ഥനായോഗത്തിലെ എല്ലാ മെമ്പറിനോടും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇടവകയുടെ കാവൽപിതാവായ പരമമാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിച്ചു കൊള്ളുന്നു. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. Thank you, Tom Sibhaya, for presenting your annual report. Next on we call is Swara Elsa Thomas for an action song which she has prepared for us. So we are very eager to look forward to it. Calling up Swara on the stage. കുട്ടി വാവ സൺഡേ സ്കൂളിൽ പോകും. ആദാ വില്യപ്പൻ ഔവ വില്യമ്മ ഏത് ഇന്ന തോട്ടത്തിൽ പഠിച്ചു കുട്ടൻ ചെയ്ത സമയത്ത് മാസ്റ്റർ കൂട്ടാക്കി. താങ്ക് യു. Thank you, Swara, for that cute performance of yours. Now, I would like to call upon Meenu K. Roy for a solo song. Let's put our hands together for Meenu K. Roy. ഈശോനിയൻ ജീവനിൽ നിറയണം. നാഥാനീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ. കനിപോലുമാരൂപം കനിപോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം.
കനിപോലുമാരൂപം തുളുമ്പുമൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു അനന്തമാം ജീവിതഭാരം തുഴഞ്ഞു ഞാൻ നിന്നു പാദം തളരുമ്പോൾ തണലിൽ വരമായി നീ ഹൃദയം മുറിയുമ്പോൾ അമൃതിനുറവായി നീ എന്നാലും ആശ്രയം നീ മാത്രം എന്നാഥ തുടയ്ക്കുകൻ കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയണം നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം കനിപോലുമാരൂപം കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ ഒരായിരം സ്വാന്തനമായി ഉയർത്തുമല്ലോ നീ ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ കാരുണ്യമേ നിന്നെ അറിയുന്നു എൻ നാഥ നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവനിൽ നിറയണം നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം കനിപോലുമാരൂപം. Thank you. Thank you, Minu K. Roy, for your extraordinary performance. We now invite Mr. Anu Yohanan, Secretary of the St. Mary's Prayer Group, to present their annual report. പാരിഷ് ഡേ 16/2/2025 സെന്റ് മേരീസ് പ്രയർ ഗ്രൂപ്പ് വാർഷിക റിപ്പോർട്ട് 24-25. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ലക്നൗ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സെന്റ് മേരീസ് പ്രയർ ഗ്രൂപ്പിന്റെ 24-25 വാർഷിക റിപ്പോർട്ട്. സെന്റ് മേരീസ് പ്രാർത്ഥനാവത്തിന്റെ സാധാരണ യോഗങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം മാസത്തിലെ 1-3 ഞായറാഴ്ചകൾ വൈകിട്ട് 6:30 ആരംഭിച്ച് 8:30 അവസാനിക്കത്തക്ക രീതിയിൽ നടത്തി വരുന്നു. യോഗ നടപടികളായ പാട്ട്, വേദവായന, പ്രാർത്ഥന എന്നിവയെ തുടർന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ യഥോചിതമായ വേദഭാഗങ്ങളെ അർത്ഥമാക്കി പ്രസംഗിക്കുകയും ശേഷം റിപ്പോർട്ട് വായന, സ്തോത്ര കാഴ്ച എന്നിവയ്ക്ക് ശേഷം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ വന്നു ചേരുന്നത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. ഈ പ്രാർത്ഥന യോഗത്തിൽ 15ഓളം കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. നടപ്പ് വർഷം 10ഓളം യോഗങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം ഭവനങ്ങളിലും പള്ളിയിലും വെച്ചും വളരെ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു വരുന്നു. ഇടപെടെ എല്ലാ പ്രവർത്തനങ്ങളും വികാരിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും തീരുമാനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് അംഗങ്ങൾ സജീവമായ പങ്കാളിത്തം വഹിക്കുന്നു എന്നത് പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഒപ്പം സെന്റ് തോമസ് മിഷൻ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഈ പ്രാർത്ഥനാലയത്തിലെ അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. യാത്രയയപ്പ്. കഴിഞ്ഞ 4 വർഷമായി ഇടപെടെ വികാരിയെ സേവനമനുഷ്ഠിച്ചു വരുന്ന ഫാദർ ലെനി ചാക്കോച്ചന് 30/6/2024 പള്ളിയിൽ വെച്ച് സമുചിതമായ യാത്രയയപ്പ് നടത്തുവാൻ സാധിച്ചു. ഒപ്പം പ്രാർത്ഥന യോഗത്തിന്റെ ഉപഹാരങ്ങളും നൽകുകയുണ്ടായി. അച്ഛനും കുടുംബവും ഈ പ്രാർത്ഥന യോഗത്തിന് ചെയ്ത എല്ലാ സഹായ സഹകരണങ്ങളും അംഗങ്ങൾ അനുസ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്തു. സ്വീകരണം. ഈ ഇടവകയുടെ വികാരിയായി ഫാദർ ജേസൺ തോമസ് അച്ഛൻ 1/7/2025 ചാർജ് എടുക്കുകയുണ്ടായി. അച്ഛനെയും കുടുംബത്തെയും ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥന യോഗത്തിൽ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു.
NGOസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന എൽദോ ഫെസ്റ്റ് ഭദ്രാസനത്തിലെ വൺ ഡേ കോൺഫറൻസ് 18-19 ജനുവരി മാസത്തിൽ ഈ പള്ളിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ ഈ പ്രാർത്ഥനാത്തിലെ എല്ലാ അംഗങ്ങളും സംബന്ധിക്കുകയും ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകുകയും ചെയ്തു. അവരോടുള്ള നന്ദി കൃതജ്ഞതയും അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രകാഴ്ച സംഭാവന. പ്രാർത്ഥനായോഗത്തിന്റെ പ്രധാന വരുമാനം സ്തോത്രകാഴ്ചകളും സംഭാവനകളുമാണ്. അടുത്ത നടപ്പ് സാമ്പത്തിക വർഷം നമുക്ക് സ്തോത്രകാഴ്ച ഇനത്തിൽ 5,906 രൂപ ലഭിക്കുകയുണ്ടായി. അതിൽ ചിലവായത് 4,250 രൂപ. മുൻ നീക്കിയിരിപ്പ് 3,014 രൂപ. സ്തോത്രകാഴ്ച 5,906 രൂപ. നീക്കിയിരിപ്പ് 8,920 രൂപ. അതിൽ ചിലവായത് 4,250 രൂപ. ബാക്കി 4,670 രൂപ. ഇത്രത്തോളം ഈ പ്രാർത്ഥനായോഗത്തിൽ അടുത്ത് കാത്ത് പരിപാലിച്ച സർവസ്നായ ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധ കന്യാമർത്തം അമ്മയുടെയും ഇന്ത്യയുടെ കാൽപിതാവ് മാർത്തോമാശ്ലീഹായുടെയും പരിശുദ്ധനായ പരിമളമാർ ഗ്രിഗോറിയസിന്റെയും പടിസ്റ്റൽമാർ തിരുനാസോസിന്റെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഈ വാർഷിക റിപ്പോർട്ട് പൊതുജനം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി അനു യോഹന്നാൻ. Thank you, Mr. Anu Yohanan, for presenting your annual report for the year. Now, I would like to call upon Merlin for her solo song. Let's give a round of applause for Merlin. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ട് തോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ട് തോർക്കണം. മാനത്തെ കാർമേഘം അപ്പുറം ശാന്തി നൽകും യേശുവുണ്ട് തോർക്കണം. മാനത്തെ കാർമേഘം അപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ട് തോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ട് തോർക്കണം.
Thank you, Merlin, for that outstanding performance. Now, Sunday School Annual Report will be presented. On the absence of a headmaster, Mr. Subin Thomas, the report will be presented by Dr. Shiva Saji Samuel, a Sunday School teacher. Respected Achan and all our beloved members, on behalf of Sunday School Headmaster Subin Thomas, I will be presenting the annual report, Sunday School's annual report 24-25. As Matthew 19 verse 14 says, "Allow the children to come to me." Jesus said, "Don't forbid them, because the kingdom of heaven belongs to the people like these children." Our greatest concern for these children should be that they grew up to love God above all else. In a hustle of regular academics of school, spiritual teaching need to be imparted in our growing buds, which are the future of our church. Since the Holy Spirit imparts all the wisdom and guidance, shows us the path. So first of all, before presenting the annual report, I will ask and pray for the guidance of the Holy Spirit. Our new academic year started from the 21st January 2024, providing books to all the students of different classes and also providing them with PDFs of the books from the OKR website, alongside syllabus and annual circular to all the teachers. Regular classes were not up to the mark due to certain events and circumstances, but the students and teachers cooperated in the classes available. Classes were subdivided as beginners taught by Ms. Shon Mariam Cherry, Class 1 taught by Ms. Hanna Mariam Jess, Class 2 taught by Mrs. Grishma Subin, Class 3 taught by Ms. Shon Mariam Cherry, Class 4 taught by Dr. Shiva Saji Samuel, Class 6 taught by Mr. Subin Thomas, Class 7 taught by Mrs. Sherry Uman, Class 8 taught by Mr. Subin Thomas, and Class 10 taught by Mrs. Binsi Kochama. This year, however, our students did not take part in our unit level and zonal level cultural program, as the students were unavailable and not prepared. However, our students read the readings from the Old Testament each Sunday, spreading the words of God. Apart from regular examinations, which were conducted in 2 phases, half-yearly and annual examination, the 2 of our students, namely Hannah Johnson and Samuel Matthew Monson, appeared for Class 10 examination and cleared them in their first attempt itself. With the end of this session, it was decided to conduct regular Sunday school classes this year. Meeting of the teachers with the vicar also took place on the 9th February 2025 to discuss about the annual planner, the shortcomings and the new ideas which can be incorporated in Sunday school classes. Also, it gives me immense pleasure to introduce Mr. Abraham Burgess to take up the responsibility as a teacher from this year. Our teachers are our backbone and a link between students and the Word of God. Hope we continue with this wonderful and spiritual task with a full valor. By the grace of Almighty and the Spirit's high, we wish our Sunday school students to win more laurels and achieve all they wish under the blessings of our Almighty, the one triumph God. Amen. Thank you, Shiva Aunty, for presenting your annual report for the year. Now, I would like to call upon Mr. Sherry Uman and family for a family song. Mangi todinadahichu kamshikkum bolave ennatmavin rahavum nirakayin devame ആശ്രയം നീ ശരീരം നീ കോട്ടയം നീ എന്നും കാക്കും ആശ്രയം നീ ശരീരവും നീ കോട്ടയം നീ എന്നും കാക്കും ജീവിക്കും ദൈവത്തിനായി ദാഹിക്കും എൻ മനമേ ജീവിക്കും ദൈവത്തിനായി ദാഹിക്കും എൻ മനമേ ദൈവാനിൻ സന്നിധിയിൽ നിന്നിടുവാൻ ആത്മാവ് വാഞ്ചിക്കുന്നു ദൈവാനിൻ സന്നിധിയിൽ നിന്നിടുവാൻ ആത്മാവ് വാഞ്ചിക്കുന്നു ആശ്രയം നീ ശരീരവും നീ കോട്ടയം നീ എന്നും
രക്ഷയുമേ നിന്നോടെ പ്രകാശവുമേ ആശ്രയം നീ ശൈലവും നീ കോട്ടയം നീ എന്നും കാക്കും ആശ്രയം നീ ശൈലവും നീ കോട്ടയം നീ എന്നും കാക്കും യോർദാൻ തലകളിലും ഹെർമോൻ മലകളിലും യോർദാൻ തലകളിലും ഹെർമോൻ മലകളിലും എല്ലായിടങ്ങളിലും നിന്നെ നിരന്തരം ഓർത്തിടുമേ എല്ലായിടങ്ങളിലും നിന്നെ നിരന്തരം ഓർത്തിടുമേ ആശ്രയം നീ ശൈലവും നീ കോട്ടയം നീ എന്നും കാക്കും നീ തോളിലകാവിച്ചു കാക്ഷിക്കും പോലവേ ആത്മാവിന്ദാഹവും നിനക്കായ ദൈവമേ ആശ്രയം നീ ശൈലവും നീ കോട്ടയം നീ എന്നും കാക്കും. Thank you for that marvelous song. Now we invite Mrs. Binny John, Secretary of the Madhya Malayalam Samajam, to share their annual report. ത്രിയേക ദൈവത്തിന് സ്തുതി. ലക്നൗ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിശുദ്ധ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ മർത്തമറിയ സമാജത്തിന്റെ 2024-25 ആനുവൽ റിപ്പോർട്ട്. ഫാദർ ജെയ്സൺ ജോസഫ് അച്ഛന്റെ അധ്യക്ഷതയിൽ കുർബാനയ്ക്ക് ശേഷം സമാജം കൂടാറുണ്ട്. 50 നോയമ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ധ്യാനം മാർച്ച് 24-ാം തീയതി നടത്തുകയുണ്ടായി. ചാരിറ്റി ഫണ്ട് റേസിംഗിന് വേണ്ടി മാർച്ചിൽ ലേലം നടത്തുകയുണ്ടായി. നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ മാതാവിന് സീയിങ് മെഷീൻ കൊടുക്കാൻ സാധിച്ചു. നിർധന കുടുംബത്തിലെ ഒരു കുട്ടിയുടെ കല്യാണത്തിന് ചെറിയ ധനസഹായം ചെയ്യുവാനും സാധിച്ചു. ഡിസംബർ 15-ാം തീയതി കുറിസി റോഡിൽ ഉള്ള സ്നേഹാലയം സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് എത്തിക്കുവാനും സാധിച്ചു. ഫാദർ ലെനി ചാക്കോ അച്ഛൻ്റെ ഫെയർവെൽ പാർട്ടി എല്ലാ സമാജ മെമ്പേഴ്സും സഹകരിച്ചു. അതിനുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഈ വർഷം ഓഗസ്റ്റ് 18-ാം തീയതി ഡൽഹി ഹൗസ് ക്ലാസിൽ വെച്ച് നടന്ന വൺ ഡേ കോൺഫറൻസിൽ ഇവിടെ നിന്ന് 4 മെമ്പേഴ്സ് പങ്കെടുത്തു. Cash balance as on 11/2/24, 14,420. Amount received during this period: subscription and offertory 4,665, ലേലം 17,650, ഉപവാസ പിരിവ് 2,300, charity from സമാജ members 13,400. Total income 52,435. Expense during this period: farewell expense 10,900, marriage charity to Delhi 5,000, charity sewing machine expense 8,300, ഉപവാസ പിരിവ് to Delhi 2,300, conference expense 660, പെരുന്നാൾ ലേലം expense 2,170, charity to orphanage 15,525, total expense 44,855. Balance amount to date 7,580. Vote of thanks to Basilius Marthoma Mathis, Tridyan Catholicate, and Dr. Yohanan Mark Dimitrios Metropolitan. Special thanks to Father Jason Joseph for his kind support, and thanks to all members spending their valuable time for the growth of this organization. Lastly, thanks to Church Secretary, Trustee, and all managing committee members for their support in our decision. So I submit this report on the name of Almighty. Thank you. Thank you, Mrs. Binny, for presenting your annual report. Now I'd like to call upon Sunday school students, including me, for an action song. പൂപ്പൻ പെട്ടകം പണിതല്ലോ, ദൈവത്തിന്റെ പ്രളയത്തിങ്കൽ രക്ഷ നേടുവാൻ, ദൈവത്തിന്റെ പ്രളയത്തിങ്കൽ രക്ഷ നേടുവാൻ. മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ കാക്ക വരുന്നുണ്ടേ,
നേടുവാൻ ദൈവത്തിന്റെ പ്രളയത്തിന് രക്ഷ നേടുവാൻ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ ഉച്ച വരുന്നുണ്ടേ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ ഉച്ച വരുന്നുണ്ടേ ഓഹയപ്പൂപ്പൻ പെട്ടകം പണിതല്ലോ ദൈവത്തിന്റെ പ്രളയത്തിന് രക്ഷ നേടുവാൻ ദൈവത്തിന്റെ പ്രളയത്തിന് രക്ഷ നേടുവാൻ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ ആന വരുന്നുണ്ടേ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ ആന വരുന്നുണ്ടേ ഓഹയപ്പൂപ്പൻ പെട്ടകം പണിതല്ലോ ദൈവത്തിന്റെ പ്രളയത്തിന് രക്ഷ നേടുവാൻ ദൈവത്തിന്റെ പ്രളയത്തിന് രക്ഷ നേടുവാൻ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ നായ വരുന്നുണ്ടേ മഴ വരും മുമ്പേ പെട്ടകമേറുവാൻ നായ വരുന്നുണ്ടേ ലോഹയപ്പൂപ്പൻ പെട്ടകം പണിതല്ലോ ലോഹയപ്പൂപ്പൻ പെട്ടകം പണിതല്ലോ. Now I would like to call upon Jennifer and Georgie for her marvelous dance performance. And let's put our hands together for Jennifer. दुनिया में घोर अंधेरा शैतानी है डाला डेरा इस दुनिया में घोर अंधेरा शैतानी है डाला डेरा सबके मन को इसने घेरा सबके मन को
Jennifer for that mind-blowing performance. Now I would like to call upon Martha Mariam Samajam members to sing a melodious song for us. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താൽ എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. Thank you so much, Martha Mariam Samajam members, for that wonderful music of yours. Next, we have two little cuties with us who have decided to dance. Let us welcome Swara and Afnia on the stage. Dicha,
Thank you so much for that highway as well. I think you all are enjoyed lots. We have witnessed for an Egyptian Orthodox fusion and Indian Orthodox fusion. Now, I would like to call upon our Sunday school teachers for a group song. So let's put our hands together for the Sunday school teachers.
വീഴും നഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാതൊന്നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാതൊന്നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. Thank you, Sunday school teachers, for that wonderful group song. Now I'd like to call upon Mr. Sherry Oman and Mr. John D. Thomas for duet song. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും
so much, Sherry Uncle and John Uncle, for that wonderful song of yours. Now I would like to call upon our Reverend Father, Jason Joseph Action, to facilitate our guest of honors, Mr. Sherry Uncle and Mrs. Shiny Sherry Uncle. I would like to call them onto the stage. Thank you. കർത്താവിന്റെ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൻ പ്രിയരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ആക്ച്വലി എൻ്റെ പപ്പായുടെ മരണം കാരണം ഞങ്ങൾ 25ാം വിവാഹ വർഷം ആഘോഷിച്ചിരുന്നു പ്രാവശ്യം. പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി 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 സന്തോഷം തരുന്നു. ഈ പാരിഷ് ഡേയുടെ ഈ ദിനത്തിൽ ഞങ്ങൾ 25ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ 25 വർഷത്തെയും ചേർന്നിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ലക്നൌവിലേക്ക് ട്രെയിൻ കയറിയതാണ്. ഇവിടെ വന്നു. ആരെങ്കിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൂടെ കയറി വന്നു. ഇവിടെ വന്നപ്പോൾ ഷെർച്ചാൻ്റെ അമ്മാച്ചനും ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സഹകരണം, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം തുടരുകയാണ്. വിൽസിച്ചാനൊക്കെ അറിയാം, ഞങ്ങളുടെ ജീവിതം വിൽസിച്ചാൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ തുടർന്നത്. അവിടെ എറിക്കോയിൽ ഞങ്ങളൊരു 3-4 വർഷം താമസിക്കുകയുണ്ടായി, സ്വന്തം വീട്. അത് കഴിഞ്ഞ് സൈനിക് നഗറിലോട്ട് ഞങ്ങളുടെ വീട് മാറി ഞങ്ങൾ അവിടെ താമസം തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അന്നേരം അവരുടെ പഠനം, ഞങ്ങളുടെ 2 പേരുടെ ഡ്യൂട്ടി, ഒത്തിരി ഒത്തിരി കഷ്ടതകൾ ആ സമയത്ത് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് വിന്റർ സമയത്ത് ആ കാറ്റേറിയ ഇങ്ങോട്ട് കവർ ചെയ്യുമ്പോൾ ഒത്തിരി പാടാൻ ഞങ്ങൾ 2 വീലറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ ഇന്നും ഷർച്ചാൻ്റെ വണ്ടിയുടെ പുറയിൽ ഇരുന്ന് പാടുമായിരുന്നു, എന്ന് തീരും എൻ്റെ കഷ്ടതയും മഞ്ഞിലെന്ന്. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ സർവശക്തനായ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അവിടെ നിന്ന് ഞങ്ങളെ ഇപ്പുറത്ത്, അതായത് ഞങ്ങളെ ലാമാഴ്സിൽ, അതായത് ഒരു കനാൻ ദേശത്ത് ഞങ്ങളെ ദൈവം എത്തിക്കുകയുണ്ടായി. അതിന് ദൈവത്തിന് ഒത്തിരി 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 നന്ദി. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും നിലച്ചതിലും കൂടുതലായി ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോഷിപ്പിച്ചു. 30-60-100 മീൻ. അതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല. ഞങ്ങളുടെ പേരൻസിൻ്റെ പ്രാർത്ഥനയും അവരുടെ ആ ബ്ലെസ്സിങ്ങും കൊണ്ടാണ് ഞങ്ങൾ ഇന്നീ നിലയിൽ ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാത്തിനും ഉപരിയായി ദൈവത്തിൻ്റെ കൃപയിൽ ഒന്ന് മാത്രം. അതുപോലെ ജഗദീഷ്പൂരിൽ നിന്നും ഇതിനായി വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ 2 പേരുടെയും ഇതായിട്ട് ഒത്തിരി ഒത്തിരി നന്ദി കരയറ്റുന്നു. പിന്നെ ഈ വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന അച്ഛനും ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി ഇവരോടുള്ള നന്ദിയും ഈ സമയത്ത് അർപ്പിച്ചു കൊടുക്കുന്നു. Thank you for the wonderful speech. Now, for a moment, we all have been waiting for the Sunday School Annual Result Prize Distribution. I would like to invite our Reverend Father Jason Joseph Action to announce and awards and give awards to our respective students. Now, starting on, we have in beginners, the first prize goes to Sherwin Thompson. Is Sherwin here in the house, present? I don't think so. Second prize goes on to Swara Elsa Thomas. Swara, I would like to call you up here. Ready? Next we on have consolation prizes for Afumia. Afumia, I would like to call you up on the stage.
another consolation prize, which is for Ruben Jaden, but he is not here presently. So we'll go on with class 1. First prize goes to Sarah Topsy, which again I think she's not here. Second prize goes to Jordan Jason. Is Jordan here? No, Jordan is not here. Moving on, I would like to call up Kochuma to come and take the award for Jaden. Okay. So class 2nd, I would call up Gabriela Ann Thomas to come and take the award. So class 2nd, first prize. Class 3rd, first prize goes to Kesia Anuyohanan. I would like Kesia to come forward and collect her award. Now moving on to class 4th. Class 4th we have Joanna Jason, but I think he is not here currently. Moving on we have Hannah. Hannah is not here. And consolation prizes we have is Mabel. Mabel, I would like to call you up for consolation prizes. And another consolation prize we have is for Jessica, which she is also not currently here. I would like to call up for class 7, class 6, which is Jonathan Jason, who has stood first. He is not here currently. Firstly, first class, Jordan. Is Jordan in the house? Yeah. I would like to call up Jordan for receiving his award for class 1. Let's give them a round of applause. Secondly, for class 4th, first prize is for Jonah Jason. Please come and collect your awards. And for class 6th, we have Jonathan. Jonathan, please come and collect your award. He stood first in class 6. And the second is for Lina Joseph, again not here. Class 7th, we have our Georgie Jason. Georgie, who has stood first in class 7. Second we have is Joanne, who is again presently not here. And class 8 we have Leo Joseph, again currently not here. I would like to pass on to Georgie for the ICSE results. Congratulations to all the prize winners. We are immensely proud of your achievements. We also have a special award for academic excellence in the board examinations, the Saji Samuel Memorial Cash Award. This award is for class 10th and 12th students, but there was no class 10 student this year. So this year it is awarded to Kevin Anuyohanan for securing 90.25% best of 4 in the class 12th board exams. Congratulations, Kevin. On behalf of Kevin, I would like to call upon Ansi Auntie and Anu Uncle to receive the award. This year, prize money also increased. Okay. All the best and best of luck for the next year to come. And I hope you scored very well in the coming year. Now we are at the end, the verge of time. I would like to call up our treasurer, Mr. Shadi Uncle, to come and tell us the word of thanks. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താൻ ബഹുമാനപ്പെട്ട ഇടവകാരി ഫാദർ ജേസൺ ജോസഫ്, ഇടവക ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുക എന്ന കടമയിലേക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഇത്രയും നേരം ഇവിടെ സമയം ചെലവഴിച്ച് ഈ പ്രോഗ്രാം വിജയകരമാക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 5 വർഷക്കാലം
കഴിഞ്ഞ ഇടവദിനം മുതൽ ഇന്ന് വരെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. തിരുനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. 62 വർഷക്കാലം നമ്മുടെ ഇടവകയെ സ്നേഹിച്ച് ഇതിൻ്റെ വളർച്ചയ്ക്കായി തുടക്കം മുതൽ അധ്വാനിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരെയും മുൻ ഇടവക മെമ്പേഴ്സ്, അതിൽ ചിലർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി, ഏവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ വർഷ കാലയളവിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ധൂപം അർപ്പിച്ച നമ്മുടെ വികാരി ഫാദർ ജേസൺ ജോസഫ് അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ എല്ലാ ശുശ്രൂഷക്കാരെയും ഏവരുടെയും സപ്പോർട്ടിൽ ഉണ്ടായി ഈ വർഷക്കാലം. അവരോടുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പ്രോഗ്രാം വിജയകരമാക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സമാജ മെമ്പേഴ്സ്, ഏവരോടുമുള്ള നന്ദി സ്നേഹം ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. പിന്നെ വിവാഹ ജീവിതത്തിൽ 25 വർഷം പിന്നിട്ട ദമ്പതികൾ മിസ്റ്റർ ഷെറി ഉമ്മനാറ്റ്, ഷൈനി ഷെറി, ഇവർക്ക് ഇടവയുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ISC ക്ലാസ് 12 വിജയിച്ച കുട്ടിക്ക് ക്രാഷ് പ്രൈസ് ഈ വർഷം നമ്മുടെ ഡോക്ടർ ഷീബ സജീഷ് ആമൂരാണ് സ്പോൺസർ ചെയ്തത്. ഡോക്ടർ ഷീബയിലുള്ള പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൽ നന്ദി പറയാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ സമയം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർവഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്തു. Let us all stand up and conclude our celebrations with a closing prayer. വളരെ വളരെ സന്തോഷം. 62ാമത്തെ പാരിഷ് ഡേ അവസാനിക്കുമ്പോൾ തുടങ്ങുന്നതിലും അധികം സന്തോഷത്തോടെയാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വളരെ മനോഹരമായിട്ട് നമ്മുടെ പാരിഷ് ഡേ ദിവസസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഇടയായി. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹമായ പ്രോഗ്രാമുകൾ, പാട്ട്, അതേപോലെ എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സന്തോഷവും സ്നേഹവും നിങ്ങളെവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും കൃത്യമായിട്ട് ഈ സമയം അറിയിക്കുന്നു. ഇടവയുടെ സെക്രട്ടറി, ട്രഷറർ, വൈസ് ചെയർമാൻ, അതേപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി മുന്നോട്ട് വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ദേവാലയത്തിൽ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെയും പതിവ് പോലെ പ്രിയപ്പെട്ട തോമസ് ചോണങ്ങളാണ് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ 25 വർഷം വിവാഹ വാർഷികത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ പിതാവിന്റെ വേർപാട് കൊണ്ട് 25ാം വർഷം ആഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഇമേജും ലൈക്ക്നെസ്സും എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ബലമാണ്. ഇന്ന് കൂട്ടായ്മയാണ്. ഞാൻ പറഞ്ഞ 2 സ്വാതന്ത്ര്യം 3 സ്നേഹം എന്ന് പറഞ്ഞതിൽ ആ കൂട്ടായ്മയാണ് ഇന്നവരെ ആ സന്തോഷം പൂർത്തീകരിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കിയത്. പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ 62ാമത്തെ പാരിഷ് ഡേ അവസാനിപ്പിക്കുക. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള പ്രൈസ് അറേഞ്ച് ചെയ്യാൻ തക്കൊണ്ട് പ്രിയപ്പെട്ട ബിനു വളരെയേറെ എഫേർട്ട് എടുത്തു. അത് പോയി വാങ്ങിക്കുകയും അത് അനുഗ്രഹമായിട്ട് പ്രിന്റ് ചെയ്ത് ഭംഗിയായിട്ട് നൽകാൻ തക്കൊണ്ട് ക്രമീകരിക്കുകയും ചെയ്തു. നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. എല്ലാ ഓഫീസ് ബിയറേഴ്സിനോടും വൈസ് ചെയർമാൻ തുടങ്ങി സെക്രട്ടറി, ട്രഷറർ, അതേപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി, എല്ലാ ഓഫീസ് ബിയറേഴ്സിനോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിന്റെ സെക്രട്ടറിമാരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ഉൾപ്പെടെ എല്ലാവരും ഏറ്റവും അനുഗ്രഹമായിട്ട് ആ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ ഭംഗിയാവണ്ണം പ്രവർത്തിച്ചു. എല്ലാവരോടുമുള്ള സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ധാരാളം വണക്കം. നന്ദിയോട് ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു
വാതിലിൽ ഞങ്ങൾ അപേക്ഷയുടെ സ്ഥലപ്പെടുന്നു. എന്നെ വന്നിരിക്കുന്നവരുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്കരുതേ. ദൈവങ്ങളെ ഞങ്ങളെ സഹായിക്കാനായി ഇന്നെ ഞങ്ങൾ വിളിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് ഞങ്ങളുടെ യാചന നൽകുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവങ്ങളുടെ സ്നേഹം, ഏകജാതനായ പുത്രനമ്പുരാനെ ഇവിടുത്തെ കൃപ, പരിശുദ്ധ റൂഹായാം ദൈവങ്ങളുടെ ആവാസം അടിയങ്ങളെല്ലാവരോടും പ്രത്യേകം 62ാമത് പരീക്ഷയുടെ ഏറ്റവും അനുഗ്രഹമായി കൊണ്ടാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇടവയെ അനുഗ്രഹിച്ച കൃപയോടുകൂടെ മുന്നോട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെയും അനുഗ്രഹീതമായ ജീവിതത്തോടുകൂടെ കർത്താവെ, ഇന്ന് വിവാഹ വാർഷികത്തിന്റെ 25 വർഷം പൂർത്തീകരിച്ച ഈ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന്റെ എല്ലാ പൂർത്തീകരണങ്ങളോടും പ്രത്യേകം മുന്നോട്ടുള്ള ദൈവീയ നടത്തിപ്പോടും കൂടെ എല്ലാ കുടുംബാംഗങ്ങളോടും ദാനം കൊടുത്തിരിക്കുന്ന മക്കളോടും കർത്താവെ, അവർ മുഖാന്തരം ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങളോടുകൂടെ മുന്നോട്ടുള്ള ദൈവികമായ സഹനത്തിപ്പോഴും ആവർത്തനത്തിനുള്ള വിടുതലോടും കൂടെ പരിശുദ്ധ മാതാവായ നോർത്തറിയാമ്മയുടെ മാധ്യസ്ഥമായ പുസ്തകന്മാരുടെ വൃത്തിയാൽ മാർത്തോമാസ്ലിഹായുടെ പരിമലമാർ ഗ്രിഗോറിയോസിന്റെ ബസിലിയോസ് ബാബായുടെ വിശുദ്ധനാവട്ടെ മാർത്തിവനാസ്യോസിന്റെ മോർഗിയോറീസുകളുടെ ശേഷം സവിശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനാ മധ്യസ്ഥകളാൽ കരുണയും കൃപയും സഹായവും പ്രാപിക്കുമാറാകണമേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര.